നമ്മുടെ കേരളത്തിന്റെ ഹൃദയഭാഗമായ മധ്യ തിരുവിതാംകൂറിൽ അറബിക്കടലിന്റെ തിരകൾ കൊലുസണിയിക്കുന്ന കിഴക്കിന്റെ വെനീസായ ആലപ്പുഴ ജില്ലയിൽ മഹാദേവ സംരക്ഷണയിൽ അയ്യപ്പസ്വാമിമാർ ഇടത്താവളമായി ആശ്രയം തേടുന്ന ചെങ്ങന്നൂർ താലൂക്കിൽ ചാങ്ങമറയുടെ മരതക മകുടം ചാർത്തി പശ്ചിമ ദേവർമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അച്ഛൻ കോവിലാറിന്റെ ഫലഭൂഷ്ട തീരത്ത് വിളയുന്ന കാർഷിക സമ്പത്തിന്റെ പ്രൗഢിയിൽ വെറ്റില മുറുക്കി പടിഞ്ഞാറൻ കാറ്റിന്റെ താളത്തിനൊത്തുള്ള കൊയ്ത്തുപാട്ടിന്റെ ശീലുകൾ മൂളി നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ചെറുകുന്നുകളും താഴ്വരകളും നിറഞ്ഞ ഇടനാട് സംസ്കാരത്തിന്റെ അരക്കച്ചയും കെട്ടി വിരാജിക്കുന്ന വെൺമണി എന്ന നന്മ നിറഞ്ഞ നാട്ടിൽ കിഴക്ക് ദിക്കിൽ ഉദയസൂര്യന്റെ അനുഗ്രഹമായി സർവാഭിഷ്ടദായികയായി നാടിന്റെ പുണ്യമായി അതിപുരാതന കാലം മുതൽക്കേ നിലകൊള്ളുന്ന ആദിപരാശക്തിയായ ശാർങ്ങക്കാവ് ദേവിയുടെ ക്ഷേത്രനടയിൽ സർവജാതി മതസ്ഥരും ഒരുപോലെ കൊണ്ടാടുന്ന വിഷു മഹോത്സവം സാംസ്കാരിക ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ഒരു ആഘോഷ കണിവിരുന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യോഗീശ്വരനായ ശാർങ്ങ മഹർഷി ഭക്തിയോടെ തപസ്സനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെട്ട ദേവീ ചൈതന്യത്തെ ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിലയാണ് ഈ ശാർങ്ങക്കാവ് ദേവിയെന്നാണ് കേട്ടറിവ് പ്രകാരമുള്ള ഐതിഹ്യം. മുനിയുടെ കാലങ്ങൾക്ക് ശേഷം ഈ പ്രദേശം മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ് നിഗൂഢമായി നിലകൊണ്ടുപോന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു സ്ത്രീ ആഹാരം പാകം ചെയ്യുന്നതിനു വേണ്ടിയുള്ള വിറക് ശേഖരിക്കുന്നതിനായി ഈ കാവിനകത്ത് കയറുകയുണ്ടായി. വിറക് വെട്ടുവാനായി കയ്യിൽ കരുതിയ ആയുധത്തിന്റെ മൂർച്ച കൂട്ടുന്നതിനായി സമീപത്ത് കണ്ട ഒരു കല്ലിൽ ആയുധം ഉരസി അവർ രാകുവാൻ തുടങ്ങി. പെട്ടെന്ന് ആയുധം കൊണ്ട ഭാഗത്തു നിന്നും രക്തം വാർന്നൊഴുകുവാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്ന സ്ത്രീ നിലവിളിച്ചുകൊണ്ട് മോഹാലാസ്യപ്പെട്ട് വീണുപോയി. നിലവിളി ശബ്ദം കേട്ട പ്രദേശവാസികൾ അവിടെ ഓടിയെത്തുകയും സ്ത്രീയെ കാവിന് വെളിയിൽ കൊണ്ടുവന്ന് ശുശ്രൂഷകൾ നൽകുകയും ചെയ്തു. കല്ലിൽ നിന്ന് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന രക്തപ്രവാഹത്തെ പരിശോധിച്ച പ്രദേശവാസികൾ അത്ഭുതകരവും അസാധാരണവുമായ ഈ സംഭവം നാട്ടിലെങ്ങും ചർച്ചാ വിഷയമാക്കി. ഒടുവിൽ നാട്ടുപ്രമാണികൾ പ്രശ്നം വെച്ച് സംഭവത്തിന്റെ നിജസ്ഥിതി തേടി. ദേവപ്രശ്നത്തിൽ ശാർങ്ങ മഹർഷി ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ സാന്നിധ്യം ശിലയിൽ വെളിപ്പെടുകയും ചെയ്തു. അങ്ങനെ കാവിന്റെ ചൈതന്യം വീണ്ടും പൂജകൾക്കും ആരാധനയ്ക്കും യോഗ്യമായ രീതിയിൽ അന്നത്തെ ഭക്തജനങ്ങൾ ഒരുക്കി നാടിന് സമർപ്പിച്ചു. അമ്മയ്ക്ക് കാവലായി മഹാദേവന്റെ ഇച്ഛയാൽ ഹനുമാൻ സ്വാമി നിലകൊള്ളുന്നതിനാൽ കാവിൽ നിറയെ വാനരസേനയുടെ സ്വകാര്യ വിഹാര കേന്ദ്രമാണ്. പാണ്ഡ്യരാജാവായ പന്തളത്ത് രാജവംശത്തിൽ വളർന്ന ശ്രീ അയ്യപ്പസ്വാമി ശാർങ്ങക്കാവിലെത്തി രാജവംശത്തിന്റെ കുലദേവതയാണ് ഇത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയും മഹാരാജാവിന്റെ കാർമ്മിക നേതൃത്വത്തിൽ ക്ഷേത്രം പണിയുകയും ദേവ പ്രശ്നവിധി പ്രകാരം പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും തുടങ്ങി. യഥാർത്ഥ ക്ഷേത്രം നിലനിൽക്കുന്നത് അച്ഛൻ കോവിലാറിന്റെ അടിയിൽ ഹൃദയഭാഗത്താണെന്നാണ് വിശ്വാസം. അത് ഒരു സ്വർണ്ണ കൊട്ടാരത്തിലാണെന്നും അഥവാ ക്ഷേത്രം വലുതായി പണിയുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സംരക്ഷണമാകുന്ന ശ്രീകോവിലോടെ പണിയണമെന്നും പ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. അതിനാൽ ക്ഷേത്രം പഴയപടി തന്നെ ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. ഇന്നും പന്തള രാജകുടുംബക്കാർ ഇവിടെ വരികയും പൂജാതി കർമ്മത്തിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. സത്വം അഥവാ ജ്ഞാനം, രജസ് അഥവാ പ്രവൃത്തി, തമസ് അഥവാ അജ്ഞാനം എന്നീ 3 ഗുണങ്ങളുടെയും സമന്വയമാണ് പ്രകൃതി ദേവി. ദേവീ ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന പ്രകൃതി ദേവിയുടെ 5 പ്രധാന ഭാവങ്ങളിൽ ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും രൂപമാണ് ദുർഗാദേവി. ദേവി ഭൗതിക പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും സംരക്ഷകയാണ്. വാത്സല്യം നിറഞ്ഞ മാതൃഭാവമാണ്.
പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനാധാരമായ പരാശക്തിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂപ്രദേശത്തിലെ അല്പനേരത്തെ ദർശനം തന്നെ പുണ്യദായകമാണ്. പ്രകൃതി ദേവിയുടെ ഊഷ്മളമായ ആശ്ലേഷം നമ്മിലെ ആകുല ചിന്തകളെ ഇല്ലാതാക്കാൻ തക്ക ശക്തി നിറഞ്ഞ ആത്മീയ അനുഭവമാണ്. ഈ അനുഭവത്തിന്റെ ഊർജം നിറഞ്ഞ മണ്ണിൽ ജനിക്കുവാനും ഇവിടം ദർശിക്കുവാനും സാധ്യമായ പുണ്യത്തിൽ എന്റെ ആത്മാവ് ആനന്ദം കൊള്ളുന്നത് ഇവിടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഈ വിഷുവും എന്നെ ഇവിടേക്ക് എത്തിച്ച പ്രപഞ്ച ശക്തികൾക്ക് നന്ദി. ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിന്റെ കഥകൾ എത്ര പറഞ്ഞാലും തീരാത്തത്ര. 1988 റിലീസായ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമ ഈ ചാമക്കാവിലാണ് ചിത്രീകരിച്ചിരുന്നത്. ഇവിടെയുള്ള വാനരന്മാരും ഭക്തജനങ്ങളും തമ്മിലുള്ള ആത്മബന്ധം പ്രകൃതിയുടെ മറ്റൊരു വിസ്മയ കാഴ്ചയാണ്. കിഴക്ക് പന്തളവും വടക്ക് ചെങ്ങന്നൂരും പടിഞ്ഞാറ് മാവേലിക്കരയും തെക്ക് ചുനക്കരയ്ക്കും ഒത്ത നടുവിലായി ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിലാണ് വെൺമണി എന്ന മനോഹര ഗ്രാമത്തിന്റെ സ്ഥാനം. കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ പുണ്യാനുഭവം നേരിട്ട് അനുഭവിക്കുവാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാമക്കാവിൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങളേവർക്കും ധാരാളമായി ലഭിക്കട്ടെ. നന്ദി.